അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള സഹോദരങ്ങളെ, ചില മാസങ്ങൾക്ക് ചില മാസങ്ങളെക്കാളും, ചില ആഴ്ചകൾക്ക് ചില ആഴ്ചകളെക്കാളും, ദിവസങ്ങൾക്ക് ദിവസങ്ങളെക്കാളും, ചില സമയങ്ങൾക്ക് മറ്റു ചില സമയങ്ങളെക്കാളും പ്രാധാന്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയത് എന്തിനു വേണ്ടിയിട്ടാണ്? നാം ഒന്ന് ചിന്തിച്ചു നോക്കൂ. മനുഷ്യനിൽ തന്നെ എത്ര വിഭാഗം ആളുകളാണ്? ആദം നബി അലൈഹിസ്സലാം മുതൽ ലോക അവസാനം വരെ ഒന്ന് എടുത്തു പരിശോധിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം. ഒരുപാട് അംബിയ മുർസലീങ്ങൾ, ഒരുപാട് നബിമാർ, ഒരുപാട് ഔലിയാക്കൾ, ഇങ്ങനെ ഘട്ടം ഘട്ടമായി ഓരോ സ്റ്റേജിൽ ഉള്ള ആളുകൾ മൊത്തത്തിൽ പരിശോധിച്ചാൽ എല്ലാവരും മനുഷ്യർ തന്നെയാണ്. എന്നാൽ ഇതിൽ നിന്നും നാം മനസ്സിലാക്കേണ്ടത് മനുഷ്യരിൽ തന്നെ സ്ഥാനം ഉള്ളവരുണ്ട് എന്നാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത്. ഇങ്ങനെ ഓരോന്നിനും സ്ഥാനം പടച്ച തമ്പുരാൻ കൊടുത്തിരിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്ന ആ ഒരു സ്ഥാനത്തെ നാമും വകവെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു മനുഷ്യൻ പൂർണ്ണമായ മുഅ്മിനാകുന്നത് അല്ലാഹുവും അവന്റെ പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഏതൊരു കാര്യം കൽപ്പിച്ചുവോ അത് മുഴുവനും അംഗീകരിക്കുമ്പോഴാണ്. ഏതൊരു കാര്യം അല്ലാഹുവും റസൂലും വെറുത്തുവോ അത് അതുപോലെ വെറുക്കുമ്പോഴാണ്. ഈ സമൂഹത്തിൽ ഇപ്പോഴുള്ള ചെറുപ്പക്കാർ, അവർ വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും മതവിദ്യാഭ്യാസം കുറവാണ്. അതുകൊണ്ടാണ് ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കാനും ആദരിക്കേണ്ടതിനെ ആദരിക്കാനും കഴിയാത്തത്. ഇത്രയും പറയാൻ കാരണം, ദിവസങ്ങളിൽ അത്യുത്തമമായ ദിവസങ്ങളിൽ ഒരു ദിവസത്തിലാണ് ഇപ്പോൾ നാം ഉള്ളത്. മാസങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട മാസമാണ് മുഹറം. മുഹറം 9, 10 നോൻപെടുക്കേണ്ട ദിവസമാണ്. ഒരുപാട് അത്ഭുതങ്ങൾ ലോകത്ത് സംഭവിച്ചതും ഈ മുഹറം 10-ലാണ്. അതുകൊണ്ട് മറ്റു ദിവസങ്ങൾക്കൊന്നുമില്ലാത്ത ഒരു ശ്രേഷ്ഠത മുഹറം 10-നുണ്ട്. അതുകൊണ്ട് അതിനെ മാനിച്ചുകൊണ്ട് ബഹുമാനിച്ചുകൊണ്ട് നാം അന്നേ ദിവസം നോമ്പനുഷ്ഠിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ എണ്ണമറ്റ കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയിൽ പടച്ചിട്ടുണ്ട്. അതിനൊക്കെയും ബഹുമാനം കൊടുത്തിട്ടുണ്ട്. മനുഷ്യന്റെ കടമ അല്ലാഹു ബഹുമാനിച്ചതിനെ ബഹുമാനിക്കലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹു ബഹുമാനിച്ചവയെ എല്ലാത്തിനെയും ബഹുമാനിക്കാനും തള്ളിക്കളഞ്ഞവയെ, അല്ലാഹുവിനിഷ്ടമില്ലാത്തതിനെ തള്ളി നീക്കാനും മനുഷ്യരാകുന്ന നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.